എന്താ ചേച്ചി പറയുന്നേ? ഒന്നുമില്ല. എന്നാ മുത്തശ്ശി നമുക്ക് അങ്ങോട്ട്. അതേ മോളെ, നമുക്ക് മോളെ മോളെ കുഞ്ഞൂസേ. എന്താ മുത്തശ്ശി? മുത്തശ്ശിയും ചേച്ചി ഇപ്പൊ വരാട്ടോ. കള്ളി മുത്തശ്ശിയുടെ ചേച്ചിയുടെ സംസാരമൊക്കെ ഈ കുഞ്ഞൂസ് കേട്ടു. മോളെ ഒന്നും കേൾക്കാത്ത പോലെ നിന്നില്ലേ? ഈ കുഞ്ഞൂസേ എല്ലാം കേട്ടിട്ടുണ്ട്. മുത്തശ്ശി എന്നോടാ കളി? ആരുടെ ബാത്റൂമില് നിങ്ങൾ എണ്ണ വയ്ക്കാൻ പോവാനേ? നിങ്ങൾ എത്ര നല്ല പറഞ്ഞാണെങ്കിലും ഞാൻ എല്ലാം കേട്ടു. അതിന് കുഞ്ഞൂസേ നീ ആദ്യം ചെയ്തെന്താ വെച്ചാലേ ചേച്ചിയും മുത്തശ്ശിയും മുമ്പ് നേരെ ചെന്ന് എണ്ണക്കുപ്പി എടുത്തേക്കണം. അല്ലെങ്കിൽ ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് എണ്ണ. എണ്ണക്കുപ്പിന്റെ പേര് ഉള്ളിലുള്ളത് വെള്ളം. എന്തായാലും ഈ പണി ചെയ്യാൻ പോകുന്നത് എന്റെ ചേച്ചിയല്ലേ. കണ്ടറിഞ്ഞിട്ട് എന്റെ ചേച്ചിക്ക് അടുക്കളത്തെ ഒരു കാര്യം അറിയത്തില്ല. അതുകൊണ്ട് എന്റെ ചേച്ചിക്ക് വല്ലാണ്ട് ബുദ്ധി പ്രവർത്തിക്കുന്ന ദൈവമേ. ഇനിയാണ് കളി. അതല്ലേ ഓയില്? അടാ ഓയില് കുട്ടാ. എന്തൊരു പൊട്ടത്തി എന്റെ ചേച്ചി. എണ്ണക്കുപ്പി വെള്ളക്കുപ്പി അറിയാത്തോളി പൊട്ടത്തി. എന്തൊരു മണ്ടിയാണ് ചേച്ചി. എന്റെ ദൈവമേ നീ എനിക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ. താങ്ക് യു. ഇനിയാണ് കളി മക്കളെ. ഇപ്പോഴും തീർന്നില്ലേ? എങ്ങനെ തീരാനാ അല്ലേ മോളെ? ശരിയാ മുത്തശ്ശി. ഇപ്പൊ ഉണ്ടാകും ബാത്റൂമിൽ ഒരേ അടിച്ച് കിടക്കുന്നു. അഹങ്കാരി അങ്ങനെ തന്നെ കിടക്കട്ടെ. അതല്ലേ മുത്തശ്ശി, ആന്റിക്ക് എന്തെങ്കിലും സംഭവിക്കോ? സംഭവിച്ചാലും നിനക്കെന്താടി? അവളെ നിന്റെ ഒരു ആന്റി വരില്ല. മുത്തശ്ശി എന്താ ഇത് മുത്തശ്ശി? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല ചിലപ്പോ വീണപ്പോ ഒന്നും സംഭവിച്ചു കാണില്ല. എന്താ ഇത്? നീ എണ്ണ ഒഴിച്ചില്ലേ ഇവിടെ? മുത്തശ്ശി ഞാൻ ഒഴിച്ചതാ. ബാത്റൂം മുഴുവനും ഞാൻ ഒഴിച്ചതാ. വീഴാതിരിക്കൊരു സാധ്യതയില്ല. ചേച്ചി മുത്തശ്ശി വാ പൊട്ടിക്കാളെ. ഈച്ച കേറും. എന്നാ പോവാ. ഞങ്ങളൊക്കെ റെഡിയാ. ചേച്ചി മുത്തശ്ശി എന്താ പോരുന്നില്ലേ? ഇവിടെ ഇരിക്കാണോ? വേണമെങ്കിൽ ഇരുന്നോ. നോക്കണ്ട, നമുക്ക് പോവാം. ഐസ്ക്രീം ഞാൻ മേടിച്ചുതരാം. അയ്യോ ലോകാസാനാണോ? നമ്മളെ മുത്തശ്ശി അല്ലേ പാവടി. എനിക്കല്ലേ മുത്തശ്ശിനെ ഇഷ്ടമില്ലാത്തത്? എനിക്ക് ഇഷ്ടമായിരുന്നില്ല. ചിലകാത്ത സ്വഭാവം കാണുമ്പോ എടുത്ത് തോട്ടിലിടാൻ തോന്നും. അത്രേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ ഐസ്ക്രീം മേടിച്ചിരുന്നേ. എന്താ മുത്തശ്ശി ബാദാം കേറിയാ? മുത്തശ്ശി മാലൂട്ടി പറഞ്ഞ ഐസ്ക്രീം മേടിച്ചോ? ഓ ഞാൻ മേടിച്ചു തരാം. ഡോ ഏയ് ബൈ. തള്ളേ ഞാൻ എപ്പോഴാണോ തനിക്ക് ബായി ആയത്? ആണ് നല്ല മലയാളി. ഈടാ അങ്ങനെയായിരുന്ന ഇന്ന് നിന്റെ ഭാഷ കേട്ടപ്പോ ഞാൻ ഇന്ന് വിചാരിച്ചു നീ ബംഗാളിയാണെന്ന്. തള്ളേ നിങ്ങളോട് ആരുണ്ട് പറഞ്ഞു ഞാൻ ബംഗാളിയാണെന്ന്? നല്ലൊരു മലയാളി തന്നെ. താൻ ബംഗാളിയാ മലയാളിയാ എന്താന്ന് വെച്ചാവട്ടെ, അതിന് എനിക്കെന്ത്? താനേ ഞാൻ ചോദിക്കാവുന്ന സാധനം കൊടുത്താ. ആണ്ട തള്ളച്ചി എന്റെ നാട്ടിൽ വന്ന് എന്റെ കടയിൽ വന്ന് എന്നോട് സാധനം തരാൻ വരുന്നോ? എന്തോ സാധനമാണ് തനിക്ക് വേണ്ടത്? എന്താ തള്ളേ തങ്ങളി കാണിക്കുന്നേ? ആഹാ ആദ്യം വന്ന് എന്നെ ബംഗാളി എന്ന് വിളിച്ച് ഇപ്പൊ എന്തോന്ന് നിങ്ങൾ ചെയ്യുന്നേ? എന്നാ ആരേ മലയാളി? ഒരു ഐസ്ക്രീമിന് എത്ര രൂപയാ? ഐസ്ക്രീമുകൾ തുടങ്ങേണ്ടത് തന്നെ 60 രൂപയ്ക്ക്. ഒരു ഐസ്ക്രീമിന് 60 രൂപ. ആഹാ അങ്ങനെ 4-5 ഫ്ലേവേഴ്സ് ഉണ്ട്. ഏത് മക്കൾക്ക് വേണ്ടത്? 60 രൂപയാ ഒരു ഐസ്ക്രീമിനാ? താനെന്താ സ്വർണ്ണം അടവിക്കുന്നേ? ഇന്നല്ലേ കൂത്തേതായാലും. തള്ളേ താൻ എന്ത് വിചാരിച്ചേ? ഞാൻ ഇവിടെ ഐസ്ക്രീം വിൽക്കുന്നത് എന്തിനാന്ന വിചാരോ? പൈസ ഉണ്ടാക്കാന്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങി കഴിച്ചാൽ മതി. കുറഞ്ഞ ഐറ്റൊന്നും ഇല്ലടേ. 60 രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ്. വാനിലേക്ക് തന്നെ 60. പിന്നെ അങ്ങോട്ട് എല്ലാ ഫ്ലേവറിനും 10 കൂടും. ചോക്ലേറ്റിന് 70, സ്ട്രോബെറിക്ക് 70, പിന്നെ അങ്ങോട്ട് എല്ലാത്തിനും 90. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി സ്ട്രോബെറി 60 രൂപയ്ക്ക് എടുക്കേ. കളച്ചി എന്റെ കടയിൽ വന്നിട്ട് നിങ്ങൾ സ്ട്രോബെറി 60 രൂപയ്ക്ക് തരാൻ പറഞ്ഞ ഞാൻ എന്തോന്നിവിടെ ആക്രിക്കുന്ന? നീ ഐസ്ക്രീം വിൽപ്പനക്കാരനാ അതാ മറ്റു പല്ലതുവാ? 60 രൂപയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 2 സ്ട്രോബെറി കിട്ടും. അപ്പഴ നിന്റെ ഒരു വാനിലേക്ക് 60. നീ കൊണ്ടുപോടാ നിന്റെ കടയും കൊണ്ടേ. വാങ്ങിത്തരാൻ പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ അമ്മ വാങ്ങി തന്നിരുന്നല്ലോ. അമ്മ പൈസ ഇല്ലാത്തോണ്ടാണോ? എന്റെ കയ്യിൽ ഗൂഗിൾ പേയാ. അമ്മേ എന്റെ കയ്യിൽ പൈസ ഉണ്ട്. ആർക്ക് വേണോടി നിന്റെ പൈസ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഐസ്ക്രീം ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കോളാം ഈ മൂതവന്റെ കയ്യിൽ നിന്ന്. എന്തോ തള്ളച്ചി എന്നാ ഐസ്ക്രീം എടുക്ക് 6 സ്ട്രോബെറി. ഇപ്പൊ എടുക്കാൻ തള്ളേ. പൈസ എടു. പിടിക്ക്. തള്ളേ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ബംഗാളിയൊന്നും അല്ല. സമ്മതിച്ച് താൻ ബംഗാളി അല്ല. തന്റെ ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ താൻ പിന്നെ കിടക്കാൻ വന്ന് ചെയ്യില്ല. ഇനിയിപ്പൊ നിങ്ങളിത് കഴിച്ചാൽ എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഏതായാലും പോവാ. നിങ്ങളെ മുന്നിൽ നിന്നാ എന്റെ കച്ചവടം നടക്കത്തില്ല.
നിങ്ങളുടെ മുഖം തന്നെ തീരെ ഐശ്വര്യമില്ലാത്തതാ. ഇപ്പൊ നിങ്ങളിത് കഴിച്ച് ചത്താലും എനിക്കൊരു കുഴപ്പമില്ല. എന്തൊരു അഹങ്കാരം. എന്റെ മുത്തശ്ശിന്റെ അത്രയും ആയ അഹങ്കാരം വരത്തില്ലേ. മോളെ നിനക്കിപ്പോ മുത്തശ്ശി കളിയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട്. ആണോ? അങ്ങനെയാണോ? ഇവളുടെ ഒരു ഐസ്ക്രീം നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. കേട്ടോടി? കുഞ്ഞുസുമോളെ, നീ എന്ത് പറഞ്ഞോട്ടെ? അത് കരുതി ഈ മാളൂട്ടി നിനക്കൊപ്പം തുള്ളാൻ നിന്നാലേ അവളിന്റെ തലേ കയറും. അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവൾ എന്റെ പേരക്കുട്ടിയെ കണ്ടിട്ടില്ല. അവൾക്ക് എന്നെ കളിയാക്കാനോ ഒന്നിനുള്ള അവകാശമില്ല. എന്റെ വീട്ടിലെ വേലക്കാരുടെ മോള്, അത്ര ഞാൻ അവളെ കാണുന്നുള്ളൂ. കുഞ്ഞുസുമോളെ, മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കരുത്. മുത്തശ്ശിക്ക് വിഷമാവത്തില്ലയോ മോൾ ഇങ്ങനെയൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞാ?